to the show, CJ's Blend Box. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി ഇതിനെ അങ്ങോട്ട് സെറ്റ് ആക്കി എടുക്കലാണ് നമ്മൾ ഇന്നത്തെ പരിപാടി. അപ്പൊ നമുക്ക് ആ വീഡിയോ കിടന്നാലോ. അപ്പോൾ കട്ട് ചെയ്യാനായിട്ട് ഞാൻ പ്രൊഫഷണൽ ആയിട്ടുള്ള നമ്മുടെ വീടിന്റെ അടുത്തുള്ള സണ്ണിച്ചേട്ടനാണ് വിളിക്കുന്നത്. സണ്ണിച്ചേട്ടൻ ഇപ്പോൾ വരും, ടൂൾസൊക്കെ കൊണ്ടുവരാതെ പറഞ്ഞിട്ടുണ്ട്. ആള് പോയിട്ടുണ്ട്, മീനൊക്കെ ഒന്ന് തൂക്കിയൊക്കെ നോക്കിയിട്ട് പോയിട്ടുണ്ട്. ഇത്ര വെയിറ്റ് ആള് പറഞ്ഞു 17 കിലോ മുകളിലുണ്ടെന്നൊക്കെ പറഞ്ഞേ. നമുക്ക് നോക്കാം. ഇതിപ്പോ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇത് കറി വയ്ക്കാനല്ലേ പറ്റുള്ളൂ. കറി വയ്ക്കാൻ വറക്കാൻ പറ്റാം. എന്നാൽ കുറച്ച് വറക്കാനുള്ള പീസും കുറച്ച് കറി വയ്ക്കാനുള്ള പീസും ആക്കാം. നമ്മുടെ 17 കിലോൻ്റെ വാളയുടെ വയർ ഭാഗമാണ്. അവിടെ നല്ലോണം നെയ്യുണ്ട്. ഇത് എന്ത് വലിയ പീസാന്ന് നോക്കിയത്. അങ്ങനെ നമ്മുടെ തണ്ണിച്ചേട്ടൻ കട്ടിങ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായി നമുക്ക് കറിക്കുള്ള പീസുകളായിട്ട് കട്ട് ചെയ്യാണ്. അതേപോലെ ഫ്രൈക്കുള്ള പീസുകളും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രൈ പീസ് വേവോ പിന്നെന്ത് സെറ്റ് സാധനം. അപ്പോൾ ഇത്ര വലിയ പീസ് എടുത്തിട്ട് നമ്മ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കൂട്ടാ. നമ്മ ഈ സാധനങ്ങള് അങ്ങനെ തന്നെ കറി വയ്ക്കാൻ പോണേ. തലക്കറി സെറ്റ് സാധനം. ഈ നമ്മൾ നുറുക്കി വെച്ച കഷ്ണങ്ങളെല്ലാനും ചുരുക്കിയും ഉപ്പിട്ട് നമ്മൾ തിരുമ്മി വെക്കാണ്. തിരുമ്മി വെച്ചതിന് ശേഷം നമ്മൾ നന്നായി കഴുകി എടുക്കാണ്. ഒന്ന് രണ്ടാം വട്ടം വീണ്ടും നമ്മൾ നന്നായി വെള്ളം ഒഴിച്ചത് നന്നായി കലക്കി മിക്സ് ചെയ്ത് കഴുകണത്. നെയ്യൊക്കെ പൊന്തി വന്നതൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത കൊട്ടയിലേക്ക് പരിയിടാണ്. നമ്മുടെ ഫിഷ് ഫ്രൈക്ക് വേണ്ടിയുള്ളത് മസാല റെഡിയാക്കാണ്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, കുരുമുളക്, ഉപ്പൊക്കെ ഇട്ട് നമ്മൾ മിക്സിയിൽ നന്നായി പച്ച വെളിച്ചെണ്ണയിൽ അരച്ചെടുത്ത മസാലയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത പീസ് നമ്മൾ മസാല വയ്ക്കാൻ പോണേ. അപ്പോൾ മസാല തയ്ക്കാം. നമ്മുടെ മസാലയൊക്കെ തേച്ചെടുത്ത് കുറച്ചേരം റസ്റ്റ് ചെയ്യാൻ വെക്കാണ്. ഒരു 10 കിലോ മീനോളം ഉണ്ട്. നമ്മളെ എടുത്ത് കഴിഞ്ഞിട്ട് 10 കിലോ ആസാം വാള 10 കിലോ മീനുണ്ട്. അതിൻ്റെ തല ഞങ്ങളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. തലക്കറി വേറെ വരും, ഈ കറി വേറെ വരും. അപ്പോൾ ഇതിൻ്റെ റെസിപ്പികളും സാധനങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ചൂടായ പാത്രത്തിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അതിന് നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞിട്ട് നമ്മുടെ സവോള ഇട്ട് കൊടുക്കുകയാണ്. നന്നായി വഴറ്റിയെടുക്കണേ. അപ്പോൾ നന്നായി വഴറ്റിയെടുക്കാൻ നന്നായി ഇളക്കി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ വേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കാന്താരിമുളക് എല്ലാവരും കൂടി ചേർത്തിട്ടാണ് നല്ല പോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ പൊടികളുടെ കടന്നുവരവാണ്. ആദ്യം തന്നെ നമ്മൾ മഞ്ഞപ്പൊടി ചേർക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം എല്ലാവരും നന്നായി മിക്സ് ആയതിനു ശേഷം നമ്മൾ മുളക് പൊടി ചേർക്കാണ്. നമ്മുടെ ആവശ്യത്തിനുള്ള മുളക് പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് നമ്മൾ കറിക്ക് നല്ല കൊഴുപ്പും കളറും കിട്ടാനായിട്ട് നമ്മൾ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ചേർക്കുന്നത് നമ്മൾ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ച നമ്മുടെ കുടപ്പുളിയാണ് ചേർക്കണേ. നമ്മുടെ രുചി പകരാനായിട്ടുള്ള മെയിൻ ഐറ്റം നമ്മുടെ ഉപ്പ് നമ്മൾ ചേർക്കണേ. കല്ലുപ്പാണ് നമ്മൾ ഇടണേ. ശരിക്കും പറഞ്ഞ മുമ്പാണ് ഈ മസാലകളും നമ്മുടെ ആ പൊളിവെള്ളമൊക്കെ ചെന്നപ്പോൾ നല്ല മണം വരുന്നു കേട്ടോ. നമ്മൾ ഈ മസാലയിൽ നിന്ന് കുറച്ച് മസാല നമ്മുടെ തലക്കറിയിലേക്ക് മാറ്റുന്നുണ്ട്. നമ്മുടെ തലക്കറി ഈ മസാലയിൽ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കണേ. അപ്പോൾ അത് ചെറിയ പാത്രത്തിൽ നമ്മുടെ തല വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം 17 കിലോ വാള ചേർക്കാണ്. മീൻ കറി തിളച്ച് ചിപ്പിട്ട്
ഒന്ന് തണുപ്പായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതൊന്ന് മൂടിയിടും. ആ മൂടിയിട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ഫ്ലെയിം കുറച്ചിട്ട് അത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സെറ്റായി ആയിരുന്നു നമ്മുടെ കപ്പകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലൊക്കെ തള വന്നു തുടങ്ങിയിട്ട് ഇനി നമ്മൾ മൂടി വെക്കുകയാണ്. ഒരു പാത്രം വെച്ച് നമ്മളൊന്ന് മൂടി വെക്കും. നൈസായിട്ട് ചിലപ്പോൾ മഴയൊക്കെ പെയ്യും. അപ്പോൾ അതിൽ മീൻകറിൽ ചിലപ്പോൾ ചാറിൻ്റെ പോരായി കിടന്നിട്ട് മണമെന്താ ചൂടുള്ളതിലിട്ടിട്ടും ഇത് അങ്ങനെ നമ്മുടെ തലക്കറി ഒരു സൈഡിൽ നിന്ന് നന്നായി വെട്ടി തിളച്ചോണ്ടിരിക്കും. നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ നമ്മുടെ ചാറടിയിൽ നിന്ന് എടുത്ത് ഒഴിച്ചു കൊടുക്കാനേ. ഇതേ അടുത്തായിട്ട് നമ്മുടെ മീൻകറി താളിച്ചിടാനേ. അല്ലാതെ നമ്മൾ ചെറുള്ളിയും വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് അതിനകത്ത് വേപ്പിലൊക്കെ ഇട്ട് നമ്മളതിനകത്ത് വറ്റൻമുളക് കുറച്ച് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർക്കാനും നല്ല കളറിനും കൊഴുപ്പിനും വേണ്ടിയിട്ട് അതൊക്കെ ചേർത്ത് നമ്മൾ മീൻകറിയിലേക്ക് ഒഴിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഫിഷ് ഫ്രൈ ചെയ്യാൻ പോകണം. ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വലിയ പീസായിട്ട് അതിൻ്റെ അടുത്താണ് നമ്മൾ 17 കിലോ വാള നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായി മുരിഞ്ഞതിന് ശേഷം വൺ സൈഡ് മുരിഞ്ഞതിന് ശേഷം അടുത്ത സൈഡ് മറച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ട്രൈയിലേക്ക് പകർത്താണ്. നമ്മുടെ മീൻ കറിയും റെഡി ആയിട്ടുണ്ട്. മീൻ തല റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ഇതായിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണേ. ഇതുണ്ടോ മീനിന്റെ തല നോക്കി. ഇതുണ്ടോ ഇത് ഈ തുടങ്ങിയ ആള് തന്നെ ഇത് ആദ്യം കടിച്ച് സ്റ്റാർട്ട് ചെയ്യണം. കടിച്ചോ പിടിച്ചഞ്ഞ് കൈ പിടിച്ച് കടിച്ചോ. 2-3 കടി അടിച്ചോ. അത് നോക്കട്ടെ. ഞാനങ്ങനെ പുഴമീനൊന്നും കഴിക്കാറില്ല. പക്ഷെ ഈ സംഭവം എനിക്ക് കഴിക്കണമെന്ന് തോന്നിയായിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ കഴിച്ചു നോക്കി. പക്ഷെ എനിക്ക് നല്ലോണം ഇഷ്ടമായി. കാര്യമായിട്ട് പറയാം, ഞാൻ തമാശ പറയില്ല, ഇത് കാര്യമായിട്ട് ഞാൻ പറയണ്ട. കഴിച്ചു കഴിയുമ്പോൾ ആദ്യം എനിക്ക് ഇങ്ങനെ കടിക്കാനൊരു മടി ഉണ്ടായിരുന്നു. പക്ഷെ കടിച്ചു കഴിഞ്ഞപ്പോൾ ടേസ്റ്റ് അപാരമില്ല, ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റാണ്. നല്ല ചേട്ടത്ത് കഴിച്ചു നോക്കി. ഇതിപ്പോ ഞാൻ പഠിപ്പിച്ചോടത്ത പോലെയാണ്. പറയും കാര്യം പറയാം, എങ്ങനെയുണ്ടെന്ന് ഉണ്ടാക്കാനുള്ള അഭിപ്രായം പറയും. ആദ്യം ഞാൻ ടേസ്റ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് കൊച്ചു പറഞ്ഞു ഇനി ഞാൻ കുക്കാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യം ഇനി ടേസ്റ്റ് ചെയ്യേണ്ടത് കൊച്ചിന്റെ അപ്പനും ആൾക്കാരൊക്കെ ടേസ്റ്റ് ചെയ്യുന്നത്. അവരൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് അതിന്റെ കാര്യങ്ങളും അടുത്തായിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നത് അപ്പന് കൊടുക്കാറുണ്ട്. അങ്ങനെ അത് നീ കടിച്ചാൽ കൊടുക്കുക, അപ്പന കൊടുക്കുക. അങ്ങോട്ട് നോക്ക്, കഴിച്ചോക്ക്, കഴിക്കുക. സൂപ്പറായിട്ടുണ്ട്. എന്തിന്റെ ടേസ്റ്റ്, എന്തിനാ ഉപ്പും കൂടിയ കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടാ? കൂടുതലില്ല, ഒന്നും കുറവില്ല. എരിവ് കൂടുതൽ കാണായിരുന്നു അല്ലേ? ഇത് നമ്മ പിള്ളേര് കഴിക്കാനുള്ള കുറച്ചിട്ടുള്ളൂ. ഞാൻ അടുത്ത് ജോസേട്ടൻ കൊണ്ട് പറയോ കഴിക്കുന്നത് കഴിച്ചത് സമാധാനമായിട്ട് പറഞ്ഞാൽ മതി. നമ്മൾ ഉണ്ടാക്കി അപ്പൊ തന്നെ എടുക്കുന്ന കാരണം, ഉണ്ടാക്കി അപ്പൊ തന്നെ എടുത്ത കാരണം പുളിയൊക്കെ ഒരു ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള വറ്റിച്ച തലക്കറി ആവും. പക്ഷെ നമ്മൾ ഇന്നത്തോടെ തന്നെ നമ്മൾ തീർക്കില്ലേ. അപ്പൊ അടുത്തത് നമ്മുടെ ദൈവത്തിന് ഒരു പീസ് അങ്ങനെ കൊടുക്കാണ്. അത് നീ കടിക്കണോട്ടാ, താണ്ട് പറയല അടി കിട്ടിയ എന്തെങ്കിലും ഇങ്ങനെയാണ് തലക്കറി. അടിപൊളിയായി, എല്ലാം കറക്റ്റാണ്. എന്ത് കറക്റ്റാണ്? ഇപ്പൊ അടുത്തതായിട്ട് ചെയ്യാൻ പോണത് ഫ്രൈ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പൊ ടേസ്റ്റ് ചെയ്യാൻ ആളെ ഞാൻ മാറ്റിയിട്ടുണ്ട്. വേറെ നമ്മുടെ കൂട്ടുകാരനാണ്, ഗിനയാണ്. അപ്പൊ അവനെ കൊണ്ടാണ് ഫ്രൈ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോണേ. നല്ലൊരു പീസ് ഇട്ടു നാരങ്ങയൊക്കെ പിഴിഞ്ഞ് ഒന്നിച്ച് ഒരു പീസൊക്കെ കൊടുത്തോണ്ടേ എങ്ങനെ നീ പറയും? ബാക്കി നീ തന്നെ പിടിച്ചോ. അടിപൊളിയാണ്,
നല്ല രസമുണ്ട് കഴിക്കാൻ. നല്ല രസമുണ്ട്, അടിപൊളിയാണ്. നാരങ്ങ പിന്നെ അവിടെ മാത്രമായതാണ്. ഗുഡ് ബെർ. നാരങ്ങ കഴിച്ചു നോക്കിയാൽ ഇത്ര നേരം ക്യാമറ പിടിച്ചോളുന്ന ചെക്കനാണ്. അപ്പൊ ചെക്കന് നമുക്ക് എന്തായാലും മീൻ വറുത്ത് കൊടുത്ത് ഞാൻ ഒഴിവാക്കാൻ നോക്കണില്ല. ഞാൻ അവരോട് തലേനെ കഴിപ്പിക്കാൻ നോക്കാണ്. അപ്പൊ തല എടുക്കാണ്. തലയുടെ പീസ് ഇവിടെ നല്ല കായ ഞാൻ മുള്ളു എനിക്ക് കിട്ടിയൊരു മുള്ളു എല്ലാം പിടിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, പക്ഷെ തലവേദന എന്തോ പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ വൈൻഡപ്പ് ചെയ്യാനൊക്കെ മുമ്പ് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കാര്യങ്ങളെല്ലാവരും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ. അതേപോലെ തന്നെ നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും. അപ്പൊ ഡു സബ്സ്ക്രൈബ്, ഡു ഫോളോ. ഓക്കെ, ബൈ.